ഹായ് ഓൾ, കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു ക്ലാസ്സിൽ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ചാപ്റ്റർ 1 എക്സ്റ്റെൻഡ് ഓഫ് ആപ്ലിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ആ ചാപ്റ്ററിൽ നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററുകൾക്കും ഇങ്ങനെ ചാപ്റ്റർ വൈസ് ചോദ്യങ്ങളുടെ വീഡിയോസ് ലഭിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ വൈസ് ചോദ്യങ്ങളുടെ വീഡിയോസ് കേൾക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ ടെക്സ്റ്റൽ ബേസ് ആയിട്ടുള്ള ക്ലാസ് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കണം. ഇപ്പോൾ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കാൻ സമയമില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ആവർത്തിച്ച് കേട്ടതിന് ശേഷം ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് വളരെ പരിചയമുള്ള ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് കണ്ടെയ്ൻസ്, കേരള PWD കോഡ് അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? എ, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഓഫ് ദ ഓഫീസേഴ്സ് ഓഫ് PWD. ബി, ഡീറ്റെയിൽഡ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോഡ് ഇൻ PWD. സി, അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഫോളോഡ് ഇൻ PWD ആൻഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇൻ കേരള സ്റ്റേറ്റ്. കേരള PWD കോഡ് കണ്ടെയ്ൻസ് ബോത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെയും അതുപോലെ PWD ഓഫീസേഴ്സിൻ്റെയും പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് കണ്ടെയ്ൻസ് ഇത് അക്കൗണ്ടിംഗ് പ്രൊസീജിയർ ഫോളോഡ് ഇൻ PWD ആൻഡ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇൻ ദ കേരള സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം സി ആണ്. രണ്ടാമത്തെ ചോദ്യം, ദ റൂൾസ് ഇൻ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ആർ ഫ്രെയിംഡ് ബേസ്ഡ് ഓൺ ദ റൂൾസ് ഫോളോഡ് ഇൻ. അതായത് താഴെ പറയുന്ന എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിലെ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? എ, ഓഡിറ്റ് കോഡ് ഓഫ് C&AG ഓഫ് ഇന്ത്യ. ബി, ദ കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1. സി, ബോത്ത് എ ആൻഡ് ബി. ശരിയായ ഉത്തരം ബോത്ത് എ ആൻഡ് ബി ആണ്. ദ റൂൾസ് ഇൻ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ് ആർ ഫ്രെയിംഡ് based on the provisions both in the account rules issued by Auditor General of India. അതായത് ഇന്ത്യയുടെ C&AG ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ട് റൂൾസിനെ ബേസ് ചെയ്തും ആൻഡ് ഫൈനാൻഷ്യൽ റൂൾസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള സർക്കാരിൻ്റെ ഫൈനാൻഷ്യൽ റൂൾസിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഫൈനാൻഷ്യൽ കോഡെന്നാണ് ചോദിച്ചത്. അപ്പോൾ PWD കോഡിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് C&AG ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓഡിറ്റ് റൂൾസിനെ ബേസ് ചെയ്തും അതുകൂടാതെ കേരള ഫിനാൻഷ്യൽ റൂൾസിനെ ഗവൺമെൻറ് ഓഫ് കേരള ഇഷ്യൂ ചെയ്യുന്ന കേരള ഫിനാൻഷ്യൽ കോഡിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റൂൾസിനെ ബേസ് ചെയ്തിട്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും ശരി ഉത്തരമാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം സി, ബോത്ത് എ ആൻഡ് ബി അബൂവ് ആണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇത് അതോറിറ്റി ഓഫ് 8 ഇൻ ദ റൂൾ 10.8.6 നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ 10.8.6 ഇതിൽ 8ൻ്റെ ആധികാരികത എന്താണ്? അതോറിറ്റി ഓഫ് 8, അതായത് 10.8.6 എന്ന് പറഞ്ഞാൽ കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിൽ ആദ്യത്തെ ഫിഗർ സൂചിപ്പിക്കുന്നത് ചാപ്റ്ററിനെയാണ്. രണ്ടാമത്തെ ഫിഗറോ സെക്ഷനാണ്. മൂന്നാമത്തെ ഫിഗർ പാരയാണ്. ആദ്യത്തെ ഫിഗർ ചാപ്റ്റർ, രണ്ടാമത്തെ ഫിഗർ സെക്ഷൻ, മൂന്നാമത്തെ ഫിഗർ പാരയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? ഇത് അതോറിറ്റി ഓഫ് 8 ഇൻ ദ റൂൾ 10.8.6. ഇറ്റ് ഈസ് സെക്ഷൻ. ബി ആണ് ശരി ഉത്തരം, അല്ലേ? നാലാമത്തെ ചോദ്യം, ദ നമ്പർ 4 ഡിനോട്ട്സ് ഇൻ റൂൾ 9.5.4. 9.5.4 റൂള് 9.5.4 4 എന്തിനാണ് സൂചിപ്പിക്കുന്നത്? 9 സൂചിപ്പിക്കുന്നത് ചാപ്റ്ററാണ്, 5 സൂചിപ്പിക്കുന്നത് സെക്ഷനാണ്, 4 സൂചിപ്പിക്കുന്നത് പാരയാണ്, അല്ലേ? പാരഗ്രാഫാണ്. ചോയ്സ് നോക്കാം. എ സെക്ഷൻ, ബി ചാപ്റ്റർ, സി പാരഗ്രാഫ്. ശരിയായ ഉത്തരം സി ആണ്. അടുത്തൊരു ചോദ്യം, ദ ചാപ്റ്റർ നമ്പർ ഇൻ ദ റൂൾ 16.2.1.
അതിൽ ചാപ്റ്റർ നമ്പർ എത്രയാണ്? ചാപ്റ്റർ നമ്പർ 16 അല്ലേ? 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം സി 16. 6ാമത്തെ ചോദ്യം, ദ സെക്ഷൻ നമ്പർ ഇൻ ദ റൂൾ 10.5.14. 10.5.14 സെക്ഷൻ നമ്പർ ഏതാണ് സെക്ഷൻ നമ്പറിനെ സൂചിപ്പിക്കുന്നത്? 10 സൂചിപ്പിക്കുന്ന ചാപ്റ്ററാണ്, 5 സൂചിപ്പിക്കുന്ന സെക്ഷനാണ്, 14 പാരഗ്രാഫിനെയാണ് സൂചിപ്പിക്കുന്നത്. 7ാമത്തെ ചോദ്യം, ദ പാരഗ്രാഫ് നമ്പർ ഇൻ റൂൾ 17.1.6. അതായത് 17.1.6 പാരഗ്രാഫ് നമ്പർ എത്രയാണ്? 17 ചാപ്റ്ററാണ്, 1 സെക്ഷനാണ്, 6 പാരഗ്രാഫ്. അപ്പോൾ 7ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം സി ആണ്. അടുത്ത 8ാമത്തെ ചോദ്യം, ദ കേരള അക്കൗണ്ട് കോഡ് വോളിയം ഈസ് അവൈലബിൾ ഇൻ ഹൗ മെനി വോളിയംസ്? കേരള അക്കൗണ്ട് കോഡ് എത്ര വോളിയംസ് ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? വോളിയം 1, വോളിയം 2, വോളിയം 3. 3 വോളിയംസ് ആണ് അല്ലേ? കേരള അക്കൗണ്ട് കോഡ് ഈസ് അവൈലബിൾ ഇൻ 3 വോളിയംസ്. വോളിയം 1 ഡീൽ ചെയ്യുന്ന എന്താണ്? ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. വോളിയം 1 ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. പൊതുവായ തത്വങ്ങൾ, അക്കൗണ്ടിങ് രീതികൾ, അതാണ് വോളിയം 1 പറയുന്നത്. വോളിയം 1 ഡീൽസ് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. വോളിയം 2 ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ആൻഡ് റെൻഡേഡ് ബൈ ട്രഷറി ടു ദ AG ആണ്. വോളിയം 2 ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ബൈ ട്രഷറി ആണ്. ട്രഷറി അക്കൗണ്ട്സ് റൂൾസ് ആണ്. ട്രഷറി അക്കൗണ്ട്സ് റൂൾസ് ആണ് വോളിയം 2. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ഡീൽസ് വിത്ത് ദ ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ആൻഡ് റെൻഡേഡ് ബൈ ട്രഷറീസ് ടു ദ AG ആണ്. വോളിയം 3 the volume 3 contains or deals with initial accounts to be kept and rendered by officers of PWD and forest to the AG. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9, the Kerala account code volume 3 contains a general principles and methods of accounts, B accounting procedure exclusive for treasuries, C ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് PWD ആൻഡ് ഫോറസ്റ്റ് ആണ്. PWD അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സ് ആണ്. സി ആണ് ശരി ഉത്തരം അല്ലേ? ദ വോളിയം 3 ഡീൽസ് വിത്ത് ദ ഇനിഷ്യൽ അക്കൗണ്ട്സ് ടു ബി കപ്റ്റ് ആർ റെൻഡേഡ് ബൈ ഓഫീസേഴ്സ് ഓഫ് ദ PWD ഓർ ഫോറസ്റ്റ് ടു ദ AG ആണ്. അടുത്ത 10ാമത്തെ ചോദ്യം, ദ കേരള അക്കൗണ്ട് കോഡ് വോളിയം ബ്ലാങ്ക് ഈ സപ്ലിമെൻറ്റ് ടു ദ പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്. കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡിൻ്റെ സപ്ലിമെൻ്റ് ആയിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കേരള അക്കൗണ്ട് കോഡ് എത്രാമത്തെ വോളിയമാണ്? 10ാമത്തെ ചോദ്യം, ദ കേരള അക്കൗണ്ട് കോഡ് വോളിയം ഏത് വോളിയമാണ് ഈ സപ്ലിമെൻ്റ് ടു കേരള പബ്ലിക് വർക്ക്സ് അക്കൗണ്ട് കോഡ്? ദാറ്റ് ഈസ് സി വോളിയം 3 ആണ് അല്ലേ? വോളിയം 3 ആണ്. 11ാമത്തെ ചോദ്യം, ദ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഫോളോയിങ് ദ ഡയറക്ഷൻസ് അക്കൗണ്ടിങ് ആസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ വോളിയം 3 ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവർ വോളിയം 1 വോളിയം 3 ഫോളോ ചെയ്യണം കേട്ടോ. ഫോറസ്റ്റ് ഓഫീസേഴ്സ് വോളിയം 1 എന്ന് പറഞ്ഞാൽ ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അത് അവർക്കെല്ലാം ബാധകമാണ്. അതുകൂടാതെ വോളിയം 3 ബാധകമാണ്. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി എബോവ് ആണ്. ഡി ആയിട്ട് ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് ബി ആൻഡ് സി എബോവ് ആണ്. 12ാമത്തെ ചോദ്യം, ദ PWD ഓഫീസേഴ്സ് ഫോളോയിങ് ദ ഡയറക്ഷൻസ് അക്കൗണ്ടിങ് ആസ് സ്റ്റിപ്പുലേറ്റഡ് ഇൻ. അത് റിപ്പീറ്റ് ചോദ്യം തന്നെയാണ്. എ വോളിയം 1, ബി വോളിയം 2, സി വോളിയം 3, ഡി ബോത്ത് എ ആൻഡ് സി എബോവ്. ദ PWD ഓഫീസേഴ്സ് ഫോളോയിങ് ദ ഡയറക്ഷൻസ് അക്കൗണ്ടിങ്. അതായത് PWD ഓഫീസേഴ്സിനായാലും ഫോറസ്റ്റ് ഓഫീസേഴ്സിനായാലും വോളിയം 1 വോളിയം 3 ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ബോത്ത് എ ആൻഡ് സി എബോവ് ആണ് പറഞ്ഞിരിക്കുന്ന ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ അടുത്ത സമയങ്ങളിലൊക്കെ ചാപ്റ്റർ 1 നിന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 2 ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അതിലെ പ്രീവിയസ് ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചാപ്റ്റർ ടെക്സ്റ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കണം. അത് ഇരുന്ന് കേൾക്കാൻ സമയമില്ലാത്തവരും മറ്റ് ജോലികൾ ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുക.
അല്ല യാത്ര ചെയ്യുമ്പോഴൊക്കെ വീഡിയോ കേൾക്കുക. അതിനുശേഷം ഈ പ്രീവിയസ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ പരീക്ഷയ്ക്ക് പാസ്സാകുന്നതിന് മാർക്ക് ആവശ്യത്തിന് ലഭിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതുകൂടാതെ നമ്മൾ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ കുറച്ച് ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ കാണാം.